ഓണറേറിയം വർധനവ് അനുവദിച്ച മുഖ്യമന്ത്രി വി ഡി സതീശനും UDF സർക്കാരിനും നന്ദി അറിയിച്ച ആശമാർ. നന്ദി സൂചകമായി വ്യാഴാഴ്ച തലസ്ഥാനത്ത് ആശമാർ റാലി സംഘടിപ്പിക്കും. ആശാസമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നവർ റാലിയിൽ അണിനിരക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു പറഞ്ഞു. ദിവസം നീണ്ടുനിന്ന സഹന സമരമാണ് ആശാസമരം. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങി അനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്നത്. സമരത്തിന്റെ പല ഘട്ടങ്ങളിലായി വിവിധ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ നേതാക്കൾ ആശമാരെ കാണാനെത്തി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അവർക്ക് അധികാരത്തിലേറിയാൽ ഓണറേറിയം വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിച്ചതോടെയാണ് ആശമാർ നന്ദി അറിയിച്ച് രംഗത്തെത്തിയത്. UDF ഗവൺമെൻറ് അധികാരത്തിലെത്തിയാൽ ആദ്യ ക്യാബിനറ്റിലെ ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതായിരിക്കും എന്ന് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമ്മുടെ സമരപ്പന്തലിൽ വന്ന് നൽകിയ വാഗ്ദാനം ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ആ വാഗ്ദാനം നടപ്പിലാക്കി. ഈ സമരത്തെ ഏറ്റവും ജനാധിപത്യപരമായി കണ്ടതിന് ഞങ്ങൾക്കുള്ള ഈ അദ്ദേഹത്തോട് ഈ ഗവൺമെൻറ്റിനോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടി 21-ാം തീയതി ഞങ്ങൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും എത്തിച്ചേരുകയാണ്. 3000 രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ ആശമാരുടെ ഓണറേറിയം 9,000 രൂപയിൽ നിന്ന് 12,000 രൂപയായി. 21,000 ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയ UDF സർക്കാർ 3,000 രൂപ മാത്രം വർദ്ധിപ്പിച്ചത് മല എലിയെ പ്രസവിച്ചതുപോലെയാണെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പരിഹസിച്ചിരുന്നു. അതിനും ആശമാർ മറുപടി നൽകി. കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി മല എലിയെ പ്രസവിച്ച പോലെയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിനുള്ള മറുപടി പറഞ്ഞ നിമിഷം മുതൽ ആളുകൾ കൊടുക്കുന്നുണ്ട്. പറയുന്നില്ല, ഇവിടെ പ്രസവിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. വ്യാഴാഴ്ച ആശമാർ മഹാറാലി സംഘടിപ്പിക്കും. അത് അധികാരത്തിലെത്തിയ ഉടൻ വാക്കുപാലിച്ച UDF സർക്കാരിനോടുള്ള നന്ദിയാണ്, അമ്മമാരുടെ സ്നേഹമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.